ഞാൻ അഭിയെ കുറച്ചൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് ഈ തോൽവി സംഭവിച്ചത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യൂ. അതൊക്കെ നല്ലതാ. എന്നാലും അഭിചേച്ചിയോട് നമുക്കൊരു മത്സരഭാവം വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഇത് മത്സരമല്ല മീര, നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യമാ. നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതൊക്കെ ശരിയാവും. ആദർശേട്ട സമാധാനായിട്ടിരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവാ. ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്നെ ഒന്നിനും കൊള്ളില്ല എന്നായിരുന്നല്ലോ ഇവിടെ എല്ലാവരുടെ അഭിപ്രായം. ഇപ്പൊ എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസും ബുദ്ധിയൊക്കെ കൂടുതലുള്ളവർക്ക് സാധിക്കാത്തത് എനിക്ക് സാധിച്ചില്ലേ? നല്ല കാര്യം. ഇനിയും ബിസിനസ്സിൽ നിനക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ. ഇതല്ലെങ്കിൽ തുടക്കം മാത്രമാണ് ആന്റി. ഇനിയും എന്റെ വിജയം നിങ്ങൾ എല്ലാവരും കാണും. അങ്ങനെ സംഭവിക്കട്ടെ. പക്ഷേ വിജയം വരുമ്പോ അതിര് വിട്ട് സന്തോഷിക്കുന്നതും പരാജയത്തിൽ അധികം ദുഃഖിക്കാനും പാടില്ല. അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും. അതൊക്കെ എനിക്കറിയാം ആന്റി. പക്ഷേ എന്റെ ഈ വിജയം എനിക്ക് ഒരുപാട് വലുതാണ്. അഭിരാമി കമ്പനി ഏറ്റെടുത്ത നശിച്ചു പോകുന്നല്ലേ ആന്റി അമ്മയും ഉൾപ്പെടെ എല്ലാവരും കരുതിയത്. അത് അഭി പറഞ്ഞത് ശരിയാ ചേച്ചി. ഇവള് കമ്പനി ഏറ്റെടുക്കുമ്പോ എനിക്കുൾപ്പെടെ എല്ലാവർക്കും ടെൻഷനായിരുന്നു. അതെ, അതെനിക്കറിയാം. ഇപ്പൊ അത് മാറിയില്ലേ? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഞാനും ദേവ ബിൽഡേഴ്സിലെ ദേവന്റെ മകള് തന്നെയാ. ആ രക്തമാണ് എന്റെ സിരകളിലും. അപ്പൊ പിന്നെ ബിസിനസ്സിൽ ഞാൻ അത്രയ്ക്ക് കൊള്ളരുതാത്തവളാവില്ല. എല്ലാം നല്ല അർത്ഥത്തിൽ കാണാബി. നിന്റെ കഴിവ് തെളിയിക്കാൻ ഈശ്വരന് അവസരം തന്നില്ലേ? ഇത് ആരും തന്ന അവസരമൊന്നും അല്ലല്ലോ, ഞാൻ പിടിച്ചു വാങ്ങിയതല്ലേ. ഞാൻ വാശി പിടിച്ച് ഇങ്ങനൊരു അവസരം മേടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ദേവ ബിൽഡേഴ്സിൽ ഒരു പ്യൂണിനെ പോലെ നിന്നേനെ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ആരും നിന്നെ അങ്ങനെ കുറച്ച് കണ്ടിട്ടില്ല. എന്തിനാ ആന്റി നുണ പറയുന്നത്? എനിക്ക് ആ സ്ഥാപനത്തിൽ ആദർശ് തന്നിരുന്ന സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓഫീസ് കാര്യങ്ങളിൽ നീ താല്പര്യം കാണിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ആദർശ് നിന്നെ അധികം ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കാതിരുന്നത്. ആഹാ, ഇപ്പൊ ഞാൻ താല്പര്യം കാണിക്കാതിരുന്നതാണോ കുഴപ്പം? എങ്ങനെയാ ഞാൻ താല്പര്യം കാണിക്കേണ്ടിയിരുന്നത്? എന്നെ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് ലേബല് കുത്തിയിരിക്കുമായിരുന്നില്ലേ? അതൊക്കെ നീ മനസ്സിൽ നിന്ന് കള. ഏതായാലും നീ ഏറ്റെടുത്ത സ്ഥാപനം ഭംഗിയായി കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുന്നുണ്ടല്ലോ, അത് മതി. അത് ഞാൻ കൊണ്ടുപോകും. ആദർശിനെ മീരയെ ഞാൻ തോൽപ്പിക്കുകയും ചെയ്യും. ഇത്രയും നാൾ ആദർശിനുണ്ടായിരുന്ന വിജയം ദേവ ബിൽഡേഴ്സ് എന്ന എന്റെ അച്ഛന്റെ സ്ഥാപനത്തിന്റെ വിജയമായിരുന്നു എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, അത് മതി. ബിസിനസ്സിൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും. ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയില്ലെന്ന് കരുതി ആദർശ് തോറ്റുപോയൊന്നുമില്ലല്ലോ. അതിനിയും കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. സത്യത്തില് ആദർശിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. എല്ലാത്തിനും കാരണക്കാരി ആ മീരയാ. അവൾ ഒരുത്തിയാ ആദർശിന്റെ എല്ലാ പരാജയത്തിനും കാരണം. എന്തിനാ വെറുതെ ആ കുട്ടിയെ പഴി പറയുന്നത്? മീര എന്ത് തെറ്റാ ചെയ്തത്? അവൾ എന്താ ചെയ്തതെന്ന് ആന്റിക്ക് അറിയില്ലേ? എന്നെ എന്റെ സഹോദരനെയും തമ്മിൽ അകറ്റി. അതാ അവള് ചെയ്ത വലിയ തെറ്റ്. അനുജനാണെങ്കിലും ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തന്നിരുന്ന ആളാ ആദർശ്. അവനെ എന്റെ ശത്രുവാക്കി മാറ്റിയതിന് പിന്നിൽ ആ മീര ഒരുത്തി മാത്രമാ. ഓരോ നുണക്കഥകൾ പറഞ്ഞു പറഞ്ഞ് ആദർശിന്റെ മനസ്സിൽ എന്നെ ഒരു ദുഷ്ടയാക്കി മാറ്റി. അവളുടെ തലയണ മന്ത്രം ഒന്നുകൊണ്ട് മാത്രമാ ദേവ ബിൽഡേഴ്സ് പോലും രണ്ടായത്. ഓരോ പ്രശ്നത്തിന്റെ പിന്നിലും ഈശ്വരൻ അതിൻ്റെതായ ലക്ഷ്യം ഉണ്ടാകും മോളെ. അതെ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ ജീവിതത്തിൽ ജയിക്കണമെന്നുള്ള വാശി അഭിരാമിക്ക് വന്നത്. അതുകൊണ്ടുകൂടിയല്ലേ ഇപ്പൊ ഈ പ്രോജക്റ്റ് നേടാൻ പോലും സാധിച്ചത്. അത് ശരിയാ. അങ്ങനെ നോക്കിയാ എനിക്ക് മീരയോട് സ്നേഹമാണ് തോന്നേണ്ടത്. ഒരു കാര്യം അമ്മ ആന്റി മനസ്സിൽ വെച്ചോ, മീര കൂടെ ഉള്ളിടത്തോളം ആദർശിന് ഉയർച്ച ഉണ്ടാവില്ല. മീരയോട് ദേഷ്യമുണ്ടെന്ന് കരുതി വായി തോന്നിയതെന്തും വിളിച്ചു പറയാൻ പാടില്ല. നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കമൊക്കെ ഉടനെ മാറും. അന്ന് പറഞ്ഞു പോയത് ഓരോന്നോർത്ത് വിഷമം തോന്നും. അങ്ങനെ വിഷമം തോന്നാൻ ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം 100% സത്യമാ. അതുകൊണ്ട് എനിക്ക് കുറ്റബോധവും ഇല്ല.
നമുക്ക് കയ്യിൽ കിട്ടിയ ഭാഗ്യങ്ങൾ അവസാനിക്കാൻ അധികം നേരം കിട്ടിയെന്ന് വരില്ല. എല്ലാം തരുന്ന ശക്തിക്ക് തന്നെ അത് തിരിച്ചെടുക്കാനുള്ള അവകാശവും ഉണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഈ വിജയത്തിൽ അതിര് കവിഞ്ഞ് അഹങ്കരിക്കരുതെന്ന് മാധവി അഭിരാമിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അവളുടെ സന്തോഷവും പക്വതക്കുറവും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് കാര്യാക്കണ്ട. അവര് വിദ്യമോളെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞോ? ഞായറാഴ്ച വരാന്ന് പറഞ്ഞമ്മേ. അപ്പൊ ധന്യ പറഞ്ഞത് ജാതകപ്പുറത്ത് നോക്കിയിട്ട് വന്നാ മതി. പെണ്ണ് കാണല് വേഗം നടത്തണമെന്ന് പറഞ്ഞത് ധന്യല്ലേ? അതെ മാം, പക്ഷെ അവരിത്രയും ദൂരം വന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ജാതകം ചേർന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും വിഷമാവില്ലേ? ആ, അത് ശരിയാ. അല്ല, അപ്പൊ അവര് ജാതകം അയച്ചു തന്നോ? തന്നിട്ടുണ്ട്. മോളെന്താ ഒന്നും പറയാതിരിക്കുന്നേ? ഒന്നുമില്ല. കല്യാണാലോചന എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുക. എങ്ങനെയാ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഭാര്യയെ ജീവിക്കുക? എങ്ങനെയാ നമുക്ക് അറിയാത്തൊരു വീട്ടിൽ ചെന്ന് ജീവിക്കുക? എനിക്കിതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. ഈ രാജ്യത്തെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? അങ്ങനെയല്ലെന്നേ, ഞാൻ ആലോചിച്ചപ്പോ എന്തോ ഒരു വല്ലായിക പോലെ തോന്നുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞാ നിങ്ങളെല്ലാവരെയും വിട്ടുമാറി താമസിക്കേണ്ടി വരില്ലേ? അതെല്ലാം ഓർത്താൽ കരച്ചില് വരും. എന്നുവെച്ച് പോവാതിരിക്കാൻ പറ്റുമോ മോളെ? നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടുമല്ലോ. അത് വെച്ച് പരിചയമൊക്കെ ആയിക്കോളും. പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടല്ലോ നന്നായിട്ട് പരിചയപ്പെടാൻ. ഒന്നാലോചിച്ചാ അധികം പരിചയം ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഒരാളെ നന്നായി മനസ്സിലാക്കിയ പിന്നെ കല്യാണം കഴിക്കാനൊന്നും തോന്നില്ല. അല്ലേ മനുചേട്ടാ? അത് നീ പറഞ്ഞ ശരിയാ. ഞാനത് മനോജേട്ടനെ ഉദ്ദേശിച്ച പറഞ്ഞത്. ആണോ? അയ്യോ, ഞങ്ങളൊക്കെ വിചാരിച്ചു നീ നിന്നെ കുറിച്ച് തന്നെ പറയുന്നതാണെന്ന്. കല്യാണം കഴിഞ്ഞു പോയാ ഈ സന്തോഷമൊക്കെ എനിക്ക് നഷ്ടപ്പെടില്ലെന്നാ എന്റെ പേടി. അപ്പൊ മോളുടേതായിട്ടുള്ള സന്തോഷങ്ങൾ അവിടെ കണ്ടെത്തിക്കോളും. അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. രക്ഷിതാക്കൾ ശ്രമിക്കുന്നത് ഏറ്റവും നല്ല ബന്ധമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് മോക്ക് നേടിത്തരാൻ വേണ്ടിയാ. എല്ലാ അച്ഛനമ്മമാരും അവരുടെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നതും അത് തന്നെയാ. പക്ഷെ ചിലത് പരാജയപ്പെട്ടു, അതൊക്കെ വിധിയാ. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. മോളെ ഞങ്ങൾ ഇത്രയും നാൾ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിക്കുന്നതേ നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാനുള്ള ധൃതി കൊണ്ടൊന്നുമല്ല. നിനക്ക് ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ നല്ലൊരു കുടുംബവും ജീവിതവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാ. ഇത്രയും നാളുണ്ടായിരുന്നൊരു കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോകുമ്പോൾ മനസ്സൊന്നും മടിക്കും. പക്ഷെ അതൊക്കെ പതിയെ ശരിയാവൂലേ? അതെ മോളെ, അച്ഛൻ പറഞ്ഞതാ അതിന്റെ ശരി. ഇത്രയൊക്കെ വിശദമായിട്ട് പറയാൻ എനിക്കറിയില്ല. എന്നാലും ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞ വലിയ ടെൻഷനാ. ആദ്യം നല്ലൊരാളെ കണ്ടുപിടിക്കുന്നതിന്റെ ടെൻഷൻ, അത് കഴിഞ്ഞ കല്യാണം നടത്തുന്നതിന്റെ ടെൻഷൻ, അത് കഴിഞ്ഞ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷൻ. അതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ജീവിതം ഒരു ഞാണിമേ കളിയാ. അടുത്ത നിമിഷം ആർക്കെന്താ സംഭവിക്കാന്നറിയാത്ത ഒരു വല്ലാത്ത യാത്രയാണിത്. വിശ്വസിച്ചൊപ്പം ചേർക്കാൻ നമുക്ക് ഈശ്വരൻ മാത്രമേ ഉണ്ടാവൂ. അതിലുറച്ചു നിൽക്കുക, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. അച്ഛനും മുത്തശ്ശിയൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും എനിക്കിത് ടെൻഷനാ. അല്ലാതിപ്പോ ഞാനെന്ത് പറയാനാ? അതാരും കാര്യമാക്കണ്ട. അവൾ അങ്ങനെ പറയൂ. നാളെ ഞാൻ ജാതകം കൊണ്ടുവന്ന് നോക്കിക്കട്ടെ. അത് ചേരുന്നതാണെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് വന്ന് പെണ്ണ് കാണാൻ പറയണം. അങ്ങനെ ചെയ്യാം.
കഴിവും എക്സ്പീരിയൻസും ഒക്കെ കൂടിപ്പോയതുകൊണ്ടായിരിക്കും പുതിയ ആൾക്കാരുടെ മുന്നിൽ തോറ്റുപോയത്. എന്താ അബിക്ക് ഇപ്പൊ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാ വെറുതെ ഓരോന്നിങ്ങനെ പറയുന്നത്? അബിക്ക് എന്നോടോ മീരയോടോ ആണ് പറയാനുള്ളതെങ്കിൽ നേരിട്ട് പറയാലോ. നേരിട്ട് പറയാനുള്ളത് നേരിട്ട് തന്നെ പറയും. എനിക്കതിന് മടിയൊന്നുമില്ല. എന്നാ പറഞ്ഞോ. അമ്മ വന്ന് എന്നെ സഹായിക്കണമെന്ന് നിന്നോട് പറഞ്ഞപ്പോ പറ്റില്ലെന്ന് നീ പറഞ്ഞില്ലേ? അതിനെനിക്ക് നിന്നോട് നന്ദിയുണ്ട്. അന്ന് നീ എങ്ങാനും സഹായിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുതിയ IT കമ്പനിയുടെ പ്രോജക്റ്റ് വേറെ ഏതെങ്കിലും കമ്പനി കൊണ്ടുപോയേനെ. ആ കമ്പനിയുടെ മാനേജർ പരിചയക്കാരനായിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലേ? അർഹതയുള്ളതേ ഓരോരുത്തർക്കും കിട്ടൂ. അതാണ് ഈ പ്രോജക്റ്റ് നിനക്ക് കിട്ടാതെ പോയത്. അബി, ഇതിലൊന്നും വലിയ കാര്യമില്ല. കമ്പനികളാകുമ്പോൾ വർക്കിന് കൊട്ടേഷൻ വെക്കും, ചിലതിന് കിട്ടും, ചിലത് പോവും. അങ്ങനെ ഞാൻ ഇതിനെ കണക്കാക്കിയിട്ടുള്ളൂ. ഇവളുടെ പേരിൽ കമ്പനി തുടങ്ങിയിട്ട് നീ കൊടുത്ത ആദ്യത്തെ കൊട്ടേഷൻ അല്ലേ ചീറ്റിപ്പോയത്? തുടക്കം തന്നെ അപശകുനാണ്. ഒന്ന് സുഭദ്രേന്റിയെ കൊണ്ട് സമയം നോക്കിക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ അബി തന്നെ നോക്കിയാൽ മതി. എന്റെ സമയം നേരത്തെ തെളിഞ്ഞതാ, അതിനൊരു കുഴപ്പമില്ല. ആയിക്കോട്ടെ. ആദർശം എന്തൊക്കെ പറഞ്ഞാലും മീരയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. ഇല്ല ചേച്ചി, ചേച്ചിക്ക് പ്രോജക്റ്റ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉള്ളിൽ കരഞ്ഞോണ്ട് നീ അത് പറയുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അബി, ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് നീ അഹങ്കരിക്കരുത്. എങ്ങനെ കിട്ടിയെന്നാ നീ പറയുന്നേ? ഞങ്ങൾക്ക് നേരായ വഴിക്ക് തന്നെ അത് കിട്ടിയത്. പക്ഷേ അത് നാട്ടു നടപ്പുള്ള എല്ലാ റേറ്റിനേക്കാളും കുറച്ച് കൂട്ടിയതുകൊണ്ടല്ലേ? ഓ, അതാണ് കാര്യം. അതിപ്പോ ഓരോ കമ്പനിക്ക് ഓരോ പോളിസി ഉണ്ടാവും. ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി ആ വർക്ക് പിടിക്കുക എന്നായിരുന്നു. ഒരു വർക്ക് പിടിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ആ വർക്ക് ലാഭത്തിൽ തീർക്കുന്നതാണ് മിടുക്ക്. ഇത്രയും ചെറിയ റേറ്റ് എടുക്കുന്ന വർക്ക് എങ്ങനെ ക്വാളിറ്റിയോടെ ചെയ്തു തീർക്കും? വർക്ക് എടുക്കാമെങ്കിലേ അത് തീർത്തു കൊടുക്കാനും ഞങ്ങൾക്കറിയാം. അതോർത്ത് ആരും ടെൻഷൻ ആവണ്ട. അബി, നിങ്ങൾക്ക് ഈ വർക്ക് കിട്ടാൻ കാരണം റേറ്റ് കുറച്ച് കൊട്ടേഷൻ കൊടുത്തുകൊണ്ടല്ല, ദേവാ ബിൽഡേഴ്സ് എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്നുകൊണ്ടാ. ദേവാ ബിൽഡേഴ്സ് ഇന്ന് വരെ ചെയ്തു കൊടുത്ത ഒരു പ്രോജക്റ്റിനും പരാതിയില്ല. ആ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് അവർ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രോജക്റ്റ് തന്നത്. ദേവാ ബിൽഡേഴ്സ് ഇന്ത്യ മുഴുവൻ പ്രശസ്തിയോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിലയിലെത്തിയത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പോലെ വർക്ക് ചെയ്ത് തീർത്തു കൊടുക്കുന്നതുകൊണ്ടാണ്. ആ പേരിന് ഒരു കുറവും സംഭവിക്കാതെ ഞങ്ങൾ വർക്ക് തീർത്തു കൊടുത്താൽ പ്രശ്നം തീരില്ലേ? അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ കാര്യമല്ലേ? അത് അങ്ങനെ ചെയ്യൂ. നിങ്ങൾ കൊട്ടേഷൻ കൊടുത്ത റേറ്റിൽ അവർ പറയുന്ന രീതിയിൽ ബിൽഡിങ്ങിന്റെ 80% ജോലികൾ ചെയ്തു തീർക്കാനേ പറ്റൂ. 20% കൈ നീട്ട് ചെയ്ത് തീർക്കേണ്ടി വരും. അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തു നിന്നുണ്ടായാൽ അതുകൊണ്ട് നഷ്ടവും ഇരട്ടിയാവും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ അങ്ങോട്ട് പറയട്ടെ. കിട്ടാത്ത മുന്തിരി പുളിക്കും. ആ കുറുക്കൻ പറഞ്ഞ കഥയായിട്ടാ എനിക്ക് തോന്നിയത്. ഇനി എനിക്കൊന്നും പറയാനില്ല. പലപ്പോഴും അബി സംസാരിച്ച് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഞങ്ങൾ മിണ്ടാതിരുന്നതേ അബിയുടെ മാനസികാവസ്ഥ ഓർത്താ. അമിതമായ കോൺഫിഡൻസ് ആണ് അബിയുടെ പ്രശ്നം. അത് അഹങ്കാരത്തെക്കാൾ അപകടമാണ്. ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അനുഭവം വരുമ്പോൾ മനസ്സിലായിക്കോളൂ. ഓരോരോ ദിവസവും ഓരോ അനുഭവങ്ങളാണല്ലോ നമുക്ക് തരുന്നത്. ഞാൻ അത് വെച്ച് പഠിക്കാൻ പറ്റുന്നത് അങ്ങ് പഠിച്ചോളാം. ആരും എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. എന്തിനാ ചേച്ചി നമുക്കിടയിൽ ആവശ്യമില്ലാത്ത ഒരു വാശിയും പ്രശ്നങ്ങളും? ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഒരു വീട്ടില് ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നതല്ലേ നല്ലത്? കൊള്ളാം. നിന്റെ മഹത്വചനങ്ങളൊന്നും ഇതുവരെ വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. ഒരാൾ എന്നെ ബിസിനസ് പഠിപ്പിക്കുമ്പോ ഒരാൾ എന്നെ സാരോപദേശങ്ങൾ തന്ന് ശുദ്ധീകരിക്കുന്നു. ഇത് രണ്ടും കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല എന്റെ മീരേ. അബി, നമുക്കിടയിലെ പ്രശ്നങ്ങൾ അധികമാകാതിരിക്കാനാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നത്. പക്ഷേ
അഭി എന്നെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നു തുടങ്ങിയാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രതികരിക്കാതിരിക്കുന്നത് അമ്മയോട് ഞാൻ വാക്ക് പറഞ്ഞു പോയതുകൊണ്ടാ. വെറുതെ എന്തിനാ? അപ്പൊ ഞാനാണ് വഴക്കുണ്ടാക്കുന്നതല്ലേ? അതിലെന്താ സംശയം? മനസ്സിൽ തോന്നിയത് പറഞ്ഞ അത് കുഴപ്പാവും, വഴക്കാവും. ശരി, ഞാനൊന്നും പറയുന്നില്ല. ഇനി ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നവും വേണ്ട. ഈ അഭി എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? പോട്ടെ, സാരമില്ല ആദർശേട്ടാ. ഇങ്ങനെ ക്ഷമിച്ച ഈ അവസ്ഥ വരെ എത്തിയത്. ഇത് ഇവിടം വരെ കൊണ്ടൊന്നും അവസാനിക്കില്ല. താൻ ഇവിടെ നിന്ന് മാറണ്ടെന്ന് പറഞ്ഞില്ലേ? അത് തിരുത്തി പറയുന്നൊരു ദിവസം അധികം താമസിക്കാതെ വരും. താൻ നോക്കിക്കോ. ഭഗവാനെ, അങ്ങനൊന്നും സംഭവിക്കില്ലേ? അമ്മ ജാതകം ചേരുമെന്ന് നോക്കാൻ പോയിരിക്കുക. അത് ചേരുമെങ്കിൽ അവർ പെണ്ണ് കാണാൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നു. സൂരജ് എന്താ ഒന്നും പറയാത്ത? എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഏത് ജോത്സ്യനെ ആൻറ്റി കാണാൻ പോയെന്ന് അറിയോ? അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും അമ്മ 2-3 പേരെങ്കിലും കാണിക്കുന്ന ഉറപ്പാ. ജാതകം ചേർന്നാ അത് വലിയ തലവേദനയാവും. അങ്ങനെ വന്നാൽ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടിയാലോ? അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ശരിയാവില്ല. കല്യാണം കഴിക്കുമ്പോൾ അത് അച്ഛൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹത്തോടെ വേണം ചെയ്യാൻ. അവർ സമ്മതിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അതെങ്ങനെ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. അതിന് എത്ര കാലം എടുക്കും, ഞാൻ അവരെ എങ്ങനെ സമ്മതിപ്പിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനത് ചെയ്യും. ഒരു കാര്യം സൂരജിന് ഉറപ്പിക്കാം, സൂരജ് അല്ലാതെ വേറെ ആരും എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല. താൻ പറയും പോലെ ചെയ്യാം. എനിക്ക് തന്നെ നഷ്ടപ്പെടാൻ വയ്യ. വേറൊന്നും ഒരു പ്രശ്നമല്ല. എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ കാത്തിരുന്നോളാം. എങ്കിൽ പിന്നെ എല്ലാം ശരിയായിക്കോളും. അച്ഛനെ അമ്മയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ശരി. എങ്കിലിനെ പെട്ടെന്ന് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലൊന്ന് കൊണ്ടുവിടുമോ? ഞാൻ അവിടുന്ന് പൊക്കോളാം. വാ. അതെ, ആ ബൈക്കിന്റെ പുറകിൽ പോണേ. വേഗം പോ. അതെ, ഒന്ന് പെട്ടെന്ന്. എന്തുപറ്റി? വണ്ടി ഓഫായി പോയി. ഒരു അത്യാവശ്യത്തിന് പോകുമ്പോഴാണല്ലോ ഓഫാവുന്നത്. ആ, സ്റ്റാർട്ടായല്ലോ. എളുപ്പം പോ. ഏത് വഴിക്കാ അച്ഛൻ പോകേണ്ടത്? 2 വഴി കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഏത് വഴിക്ക് പോയിട്ടെന്ത്? താ നേരെ പോ. എവിടെ പോണെന്ന് ഞാൻ പറയാം. ഓ, ഹരിയേട്ട ചായ. ഞാൻ കുറച്ച് ദിവസങ്ങളായി ഹരിയേട്ടനോടൊരു കാര്യം പറയണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എന്താ ബീന? അല്ല ഹരിയേട്ടാ, മീരയും ആദർശം ജോലി കൊടുക്കുമെന്ന വിശ്വാസത്തിലാ സൂരജ് വേറെ ജോലിക്കൊന്നും ശ്രമിക്കാതിരിക്കുന്നത്. ഇതുവരെ ജോലിക്കാര്യത്തെപ്പറ്റി ഒന്നും മീരയും ആദർശം തുറന്നു പറഞ്ഞിട്ടുമില്ല. മീര ഹരിയേട്ടനോട് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, അവര് കമ്പനിയുടെ കാര്യത്തിലുള്ള ഓട്ടപ്പാച്ചിലല്ലേ ബീനെ. നിലവിലുള്ള സ്ഥാപനം അല്ലല്ലോ, പുതിയതായിട്ട് തുടങ്ങുന്നതല്ലേ. അതിൻ്റെതായ താമസം ഓരോ കാര്യത്തിലും ഉണ്ടാവും. അതിന് ബീന ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതെനിക്കറിയാം ഹരിയേട്ടാ. പക്ഷേ സൂരജിനെ കുറിച്ച് ഓർക്കുമ്പോ നല്ല ടെൻഷനുണ്ട്. സൂരജിന്റെ ജോലിക്കാര്യം ആദർശ് ഏറ്റതുകൊണ്ട് കൃത്യസമയത്ത് നല്ലൊരു പോസ്റ്റിൽ തന്നെ സൂരജിനെ ആദർശ് അപ്പോയിന്റ് ചെയ്തോളും. ആ ഒരു പ്രതീക്ഷയില്ല ഞാൻ. സൂരജ് ഒരു കുടുംബസ്ഥനാവേണ്ട പ്രായമായി. വിവാഹമൊക്കെ ആലോചിക്കണമെങ്കിൽ
ആദ്യം ജോലിക്കാര്യത്തിലൊരു തീരുമാനം ആവണ്ടേ? നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് കൃത്യമായി നടന്നോളും. അതിന്റെ പേരിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിവാഹം എന്ന് പറയുന്നത് ഒരു യോഗമാണ്. അതിനുള്ള സമയമാവട്ടെ. അപ്പോൾ നമ്മൾ മുൻകൈ എടുത്താലും ഇല്ലെങ്കിലും അത് നടക്കും. അതൊക്കെ ശരിയാ. പക്ഷേ ഞാനൊരു അമ്മയല്ലേ ഹരിയേട്ടാ. അവന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ കാണാതിരിക്കുവോ? ആരോ വന്നല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം.